ബാക്ക് ടു സാന്ത്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ബോക്സ് പ്ലീറ്റ് സ്കേർട്ടാണ് കേട്ടോ, യൂണിഫോമിൻ്റേത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി 1.5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അതേപോലെ ഹിപ്പ് 22ഉം ലെങ്ത്ത് 18ഉം ആണ് കേട്ടോ. അപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. മുകളിലത്തെ പാർട്ടിന് 1 ഇഞ്ചും പിന്നെ താഴത്തെ പാർട്ടിന് 16ഉം. അപ്പോൾ തയ്യൽ തുമ്പൂടൊക്കെ കൂട്ടി വരുമ്പോൾ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ ക്ലോത്ത് ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിലത്തെ പാർട്ടിന് വേണ്ടി നമുക്ക് 1.5 വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കട്ടിക്ക് വേണ്ടിയിട്ട് എത്ര 4 മടക്കിയിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ ലെങ്ത്തിൽ ഒരു ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് മടക്കുമ്പോൾ നല്ല കട്ടി വേണം കേട്ടോ. അതേപോലെ വീതി 15ആണ്. അപ്പോൾ നീളം 2ആയിട്ട് മടക്കിയിട്ടേക്കുമല്ലേ 30 വരും കേട്ടോ. എന്നിട്ട് ഞാൻ മെയിൻ ക്ലോത്തിനെ ഇതേപോലെ മടക്കി 4ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എനിക്ക് 16.5 മെയിൻ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടി നമുക്ക് 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടിട്ട് വെട്ടണം കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്ക് 17.5 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുവാണേ. എന്നിട്ട് ഇപ്പോൾ 2 പാർട്ടിലല്ലേ നമുക്ക് കിട്ടിയത്. ആ 2 പാർട്ടും ഒരു പാർട്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ഭാഗം ഫേസ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യമേ ഒരു സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യുക. തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും ഒരു ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ നിവർത്തി വെച്ചു. എന്നിട്ട് ഞാൻ ഓരോ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പം ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത് 4 ഇഞ്ച് വീതിയിലാണ് കേട്ടോ പ്ലീറ്റ്സ്. എന്നിട്ട് 2 ഇഞ്ച് ഗ്യാപ്പാണ് ഇടുന്നത്. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് വീണ്ടും 4 ഇഞ്ചിലേക്ക് മടക്കി കൊടുത്തു. എന്നിട്ട് ഇതേപോലെ 5 ഇഞ്ചിലെടുത്ത് മടക്കി വലത്തേക്കും മടക്കുക, ഇടത്തേക്കും 5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു ബോക്സ് ആക്കി തന്നെ എടുക്കുക കേട്ടോ. ബോക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ ഹിപ്പ് 22ആണ്. അപ്പോൾ ഒരു 23-24 ലെങ്ത്തിൽ നമ്മൾ ബോക്സ് ആക്കി എടുക്കണം കേട്ടോ. ഫുൾ ക്ലോത്തും ഇങ്ങനെ അളന്ന് നോക്കി മാത്രം എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത്, ഒരു പാർട്ട്. പിന്നെ അവിടെ നിന്ന് ഞാനൊരു ഈ ബോക്സിന് എൻ്റെ വീതി വരുന്നത് 2 ഇഞ്ച് വീതിയാണ് കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ 5 ഇഞ്ച് വീതിയിലൊരു പ്ലീറ്റ് എടുത്തു. എന്നിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തു. വീണ്ടും അവിടുന്ന് ഇടത്തേക്ക് 5 ഇഞ്ച് വീതിയിൽ പ്ലീറ്റ് എടുത്ത് കൊടുത്തു. എന്നിട്ട് പിൻ കുത്തി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പിൻ കുത്തി വെച്ചിട്ട് ഞാൻ അളന്ന് നോക്കിയിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ ഹിപ്പ് 22ആണ്. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. നമുക്ക് 24ആണ് നമുക്ക് ടോട്ടൽ ഈ റൗണ്ട് വേണ്ടത്, പ്ലീറ്റ്സ് ഇട്ട് എടുക്കുമ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഇഞ്ച് വീതിയാ കൊടുത്തത് കൊണ്ട് തന്നെ ഇത് അകത്തേക്ക് നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോൾ ആ തുണി അകത്തേക്കൊന്നും മാറിപ്പോകല്ലോ കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വേണം കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടെടുക്കുക കേട്ടോ. ശരി, നമ്മൾ അകത്തേക്കുള്ള പ്ലീറ്റ്സൊക്കെ കറക്റ്റാണോ എന്ന് നോക്കി സ്റ്റിച്ച് ചെയ്യുക. ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മൊത്തത്തിൽ ചള കുളമാവും. അപ്പോൾ ഇങ്ങനെ നിർത്തി സ്റ്റിച്ച് ചെയ്ത് പോയാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സംതിങ് 200-250 രൂപയാകും കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് 24 വന്നിടത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ തുണി. എന്നിട്ട് ഇതേപോലെ 2 ആ എഡ്ജ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ 2 എഡ്ജ് വരുന്ന ഭാഗവും നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. വലത്തെ സൈഡും അതേപോലെ ഇടത്തെ സൈഡും ഇതേപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ തുണിയുടെ അടിഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സ്കേർട്ടിൻ്റെ അടിഭാഗവും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എനിക്കിത് ലെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അകത്തേക്ക് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് മടക്കി അടിച്ച് കൊടുക്കാമായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ലെങ്ത്ത് 1.5 മീറ്ററാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അകത്തേക്ക് ഇച്ചിരി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്നിട്ട് ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എനിക്ക് 24 തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ക്ലോത്തിൽ ഒരു 25-27 ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഇതേപോലെ ഞാൻ 2ആയിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തു.
എന്നിട്ട് ഇതേപോലെ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ബാലൻസ് ഒക്കെ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം സ്റ്റിച്ച് ചെയ്ത് ആ പടിയെ പതിച്ചു കൊടുത്തു. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് കാണാത്ത അകത്തേക്ക് പോകുന്ന രീതിയിൽ അകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇത് കറക്കി ജോയിൻ ചെയ്യാവേ. ബോക്സ് പ്ലീറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഭംഗിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. പക്ഷെ നമുക്ക് ടിഷ്യൂവിലൊന്നും ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് തേക്കാനും പാടാണ്. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ടിഷ്യൂ ഒന്നും അങ്ങനെയല്ലല്ലോ, ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് തേച്ചൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴ്ഭാഗത്ത് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ അരികു ഭാഗം ഉണ്ടല്ലോ, അത് മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു കേട്ടോ. ചീത്ത ഭാഗത്താണ് ഇത്. എക്സസ് ആയിട്ട് നിൽക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് കളയുക കേട്ടോ, അല്ലെങ്കിൽ ബോറാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ. സെറ്റ്. പിന്നെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. 2ആയിട്ട് മടക്കിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തേ. എന്നിട്ട് അതിൻ്റെ അരി കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. പതിച്ച് ഓപ്പോസിറ്റ് സൈഡ് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തു. നൂല് തീർന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നൂല് തീരുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ദേഷ്യം വരും കേട്ടോ. ഞാനത് ബോബൻ കേസ് ചുറ്റി എടുക്കുകയാണ് കേട്ടോ. വൈറ്റ് ആയതുകൊണ്ട് വേറെ ഒന്നും ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ക്ഷമയോടെ അത് ചുറ്റിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഹുക്കിൻ്റെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതേപോലെ ഞാനൊന്ന് മടക്കി ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് കേട്ടോ. വലത്തേക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ ആ ഹോൾഡ് നമ്മുടെ ആ ഹുക്കില്ലേ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 4 ഇഞ്ച് വീതിയിലൊക്കെ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ ഹുക്ക് ഇട്ടിട്ട് ഹോൾഡ് വെക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതേപോലെ ഒരു സൈഡിൽ ഹുക്ക് നമ്മൾ നോക്കുക, വലത്തെ വശത്താണ് നമ്മുടെ ഹുക്ക് വരേണ്ടത്, ഇടത്തെ വശത്താണ് ഇപ്പം നമ്മുടെ ഈ ഹോൾഡ് വരേണ്ടത് കേട്ടോ. അതിൻ്റെ 2 സൈഡും നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്ക് ബെൽറ്റ് ഇടാനായിട്ടുള്ളൊരു ഹോളല്ല ഒരു ക്ലോത്ത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ 4 ഇഞ്ച് 2-3 ഇഞ്ചിൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത്രയൊന്നും വേണ്ട കേട്ടോ, 1.5 ഇഞ്ച് മാത്രം മതി. ബാലൻസ് ഞാൻ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് അതിനെ ഒന്ന് തിരിച്ചെടുക്കുവാണ് ഞാൻ. ഇതേപോലെ തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. തേക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ. എന്നിട്ട് ഒരു 4 ഇഞ്ചേ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ തുണി. എന്നിട്ട് ഇതേപോലെ എവിടെയൊക്കെയാണോ നമുക്ക് വെക്കേണ്ടത് അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ എൻ്റേത് 22 ഹിപ്പുള്ളൊരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 4 എണ്ണമൊക്കെ മതിയാവും, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് താഴ്ഭാഗത്തൂടെ നമ്മൾ ആ പടി കൊടുത്തേക്കുന്നത് 1.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ബെൽറ്റ് ഒരു 2-2.25 കാണും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ചെറുതാക്കി കൊടുക്കരുത്. ഇച്ചിരി വലുതായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു 4 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് പിന്നെ ഞാൻ ആ ഹോൾഡൂടെ തുന്നി പിടിപ്പിക്കുകയാണ്. അകത്തെ ഭാഗത്താണ് കേട്ടോ ഹോൾഡ്, വലത്തെ സൈഡിലെ അകത്താണ് കേട്ടോ തുന്നി പിടിപ്പിക്കുന്നത്. ഒരെണ്ണമൊക്കെ മതിയാവും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ആരും പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കേണ്ട, ക്ലോത്ത് എടുത്താൽ നമുക്ക് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.